ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം കേട്ടാ. ഞങ്ങള് ചുമ്മാ ഇങ്ങനെയൊക്കെ ഇറങ്ങുന്ന സമയത്ത് ടൗൺ എത്തിയപ്പോ എന്റെ അടുത്ത് പറഞ്ഞു കേട്ടോ, നീ ഇങ്ങനെ നോക്കിയിരുന്നോ, വീഡിയോ എടുക്കടിന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഒന്നും നോക്കിയില്ല. അമ്പലനടയിൽ എത്തുമ്പോ ചെറിയൊരു വൈബൊക്കെ തന്നെയാണ് കേട്ടോ, ഒരു പോസിറ്റീവ് എനർജി. അങ്ങനെ അമ്പലനട എത്തിയപ്പോ ഞാൻ വേഗം ഫോണൊക്കെ എടുത്തിട്ട് വീഡിയോ ഒക്കെ പിടിച്ചു കേട്ടോ. എല്ലാവർക്കും സമാധാനമായി. അപ്പൊ അങ്ങനെ കുറെ കഥകളൊക്കെ അവിടെ ഇരുന്നിട്ട് പിള്ളേരും പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാ വർഷവും എന്താ പറയാ, തൃശ്ശൂർ പൂരത്തിന് മുമ്പോ അല്ലെങ്കിൽ പിൻപോ ഞങ്ങള് തൃശ്ശൂർ കാണാനൊന്ന് പോവാറുണ്ട്. എന്നാലേ മനസ്സിനൊരു സമാധാനം ഉണ്ടാകത്തുള്ളൂ. അങ്ങനെയാണല്ലോ. 2 ദിവസം മുമ്പ് ഞങ്ങൾ ഇങ്ങനെ തൃശ്ശൂർ കറങ്ങാൻ പോയപ്പോ അവർക്ക് ഒരു സാധനം വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാല് പിള്ളേർക്ക് ഭയങ്കര വാശിയായിരിക്കും അല്ലെ. ക്ഷമ അതൊക്കെ ഇടയ്ക്ക് കൊടുക്കണ്ടേ. അങ്ങനെ ഈ വട്ടം ഞങ്ങൾ പോയപ്പോ കാർ ഒരു സ്ഥലത്ത് ഇട്ടിട്ട് ഞങ്ങള് സ്ഥിരം കയറുന്ന കടയിൽ പോയപ്പോ കട ഓപ്പൺ അല്ലായിരുന്നു കേട്ടോ. അത് ഇടയ്ക്കിടയ്ക്ക് എന്താണാവോ ഓപ്പൺ ആകുന്നില്ല. അങ്ങനെ കുറച്ചേരം വെയിറ്റ് ഒക്കെ ചെയ്ത് അവർക്ക് ഇഷ്ട ഫുഡ് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് അവര് കഴിക്കുന്നൊക്കെ ഉണ്ട്. അവരുടെ ഒരു ഹാപ്പിനെസ് അത്ര തന്നെ. എന്തിരിക്കട്ടെ, ഞങ്ങൾ സർക്കസ് കാണാൻ പോയതാണ്. സർക്കസ് കാണാൻ പോയപ്പോ 4 മണിക്ക് ഞങ്ങൾ അവിടെ എത്തിയത്. അപ്പൊ ഷോ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ 7 മണിക്കാണ് ഷോ എന്ന് പറഞ്ഞിട്ട് ആ 2 മണിക്കൂർ നമുക്ക് എന്തായാലും ഇരിക്കണമല്ലോ. അപ്പൊ ഞങ്ങള് കുറച്ചൊക്കെ അവിടെ കറങ്ങിയിട്ട് ഇവർക്ക് ഫുഡ് മേടിച്ചു കൊടുക്കാന്നുള്ള തീരുമാനത്തിലെത്തിയതാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം 7 മണിയോടടുത്ത് ഞങ്ങൾ ടോക്കനൊക്കെ എടുത്ത് ഉള്ളിലേക്കൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. ഉള്ളിൽ കയറി സർക്കസ് കാണാനുള്ള പരിപാടികളാണ്. എനിക്ക് ചെറിയൊരു ഭയം കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെറുതല്ല നല്ല രീതിക്കുണ്ട്. കാരണം ജീവൻ പണയം വെച്ചുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യണ കാണുമ്പോൾ നമ്മൾ മനുഷ്യന്മാരല്ലേ, ഉള്ളൊന്ന് പെടയും. പിന്നെ ഇത്രയും ടാലന്റ് ആൻഡ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ കോൺഫിഡൻസ് ആൻഡ് ട്രസ്റ്റ്, ഇത്രയും കാര്യങ്ങൾ അടങ്ങിയിട്ട് ഇവിടെ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ ഓരോന്ന് ചെയ്യുമ്പോ കണ്ടുകൊണ്ടിരിക്കണം നമുക്ക് വേവലാതിപ്പെടാന്നല്ലാതെ അവര് ഭയങ്കര കോൺഫിഡന്റ് ആണ്. എന്നിരുന്നാലും അത് ഒരുപാട് എക്സ്പീരിയൻസോടെ നേടിയെടുത്ത കാര്യങ്ങൾ തന്നെയായിരിക്കും. നമ്മളൊരു പുസ്തകം നോക്കി വായിക്കുന്ന പോലെ തന്നെ എല്ലാം നമുക്ക് കാണാപ്പാഠം പഠിക്കുന്ന പോലെ അല്ലല്ലോ. അവനവന്റെ സെൽഫായിട്ടുള്ള ഓരോ കഴിവ് മറ്റുള്ളവരുടെ മുമ്പില് അല്ലെങ്കിൽ ഒരു 100 ജനങ്ങളുടെ മുമ്പിൽ കാഴ്ചവെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതും അത്രയും കോൺഫിഡന്റ് കൂടെ. 100% കോൺഫിഡൻസിൽ അവരോരോന്ന് കാഴ്ചവെക്കുമ്പോൾ നമുക്കും ഒരു പ്രൗഡാണ്. കണ്ടുകൊണ്ടിരിക്കണം നമുക്കൊരു പ്രൗഡ് എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അത്രമേൽ ഇഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കാം അല്ലെ മറ്റുള്ളവരുടെ ഉയർച്ചയിൽ നമ്മൾ ഹാപ്പിനെസ് കണ്ടെത്തുന്നതും. എന്നിരുന്നാലും എല്ലാവരും വിജയത്തിലേക്ക് എത്തട്ടെ അല്ലെ. അവരുടെ ഓരോ കോൺഫിഡൻസ് ലെവൽ തന്നെയാണ് അവർ ഇത്രയും ഉന്നതിയിലേക്ക് എത്തുന്നതും ഇത്രയും ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. എനിവേ അതൊക്കെ നന്നായി ഞങ്ങൾ കണ്ടു. അങ്ങനെ വളരെ മനോഹരമായിട്ട് തന്നെ അവർ കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു. എനിക്ക് ബൈക്ക് റേസിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു റൗണ്ടിൽ വെച്ചിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതൊക്കെ കാണുമ്പോൾ തന്നെ ഉള്ളിടിക്കും കേട്ടോ. അങ്ങനെ ഷോയൊക്കെ വളരെ മനോഹരമായിട്ട് കണ്ടിട്ട് ആസ്വദിച്ച് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.